ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സുദിനാണ്. ഞാനെന്നുള്ളതേ പാലയിലാണ്, കോട്ടയം പാലയിലാണുള്ളത്. നമ്മളൊരു വർക്ക് സൈറ്റിലാണുള്ളത്, ചെയിൻ ലിങ്ക് ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ റീല് കുറച്ച് ദിവസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അവിടെ സൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 350 കൂടുതൽ ഏരിയ വരുന്ന ഒരു സൈറ്റാണ്. സൈറ്റ് ഭയങ്കര രസമാണ്, കാര്യം വെയിലുകൊണ്ട് നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സൈറ്റ്. ഇനി എന്തായാലും 2 ദിവസം, അതായത് ഇന്നലെ 11-ാം തീയതി നമ്മൾ ഇപ്പോൾ 12-ാം തീയതി ആയി. ഓൾമോസ്റ്റ് 12-ാം തീയതി ഉച്ചയായിട്ടില്ല, ഒരു 11 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സൈഡുകളിലും മരങ്ങളുണ്ട്, അതിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് ഏകദേശം 350 മീറ്ററോളം ഏരിയ വരുന്ന സൈറ്റായിരുന്നു. കസ്റ്റമർ ഇവിടെ മീൻസ് പുറത്താണ് വർക്ക് ചെയ്യുന്നത്, പുള്ളി US-ലാണ്. അപ്പോൾ പുള്ളി വരുന്നേരെ തലേ ദിവസം നമ്മളെ കോൺടാക്ട് ചെയ്തു. കുറച്ച് മുന്നേ, എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പുള്ളി നമ്പറെല്ലാം സേവ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതുപ്രകാരം പുള്ളി അവിടുന്ന് ഇറങ്ങുന്ന ദിവസം തന്നെ നമ്മൾ വീണ്ടും കോൺടാക്ട് ചെയ്തു. നമ്മളോട് എത്തിയതിൻ്റെ പിറ്റേ ദിവസം എത്താൻ പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും സൈറ്റിലെത്തി മെഷർ ചെയ്തു. ഏകദേശം 300 സംതിങ് മീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുപ്രകാരം കൊട്ടേഷൻ കൊടുത്തു. അന്ന് തന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്തു. പുള്ളി പറഞ്ഞായിരുന്നു മാർച്ച് 10-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതിക്കുള്ളിൽ ചെയ്തിടണം എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ 10-ാം തീയതി കഴിഞ്ഞ് 12-ാം തീയതി 11-ാം തീയതി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 12-ാം തീയതി വർക്ക് തീർത്തെടുക്കുകയും ചെയ്തു. ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഓരോ കുഴിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അതായത് കപ്പ നട്ടേക്കുവാണ്. ഇവിടെ ഓൾറെഡി കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പ പുള്ളി വന്നിട്ട് എല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും ഒന്നുകൂടി കപ്പ നട്ടേക്കാണ്. അപ്പോൾ ഇവിടെ പന്നിശല്യം കൂടുതലാണ്. അപ്പോൾ പുള്ളിയുടെ റിക്വയർമെൻറ്റ് നമ്മൾ GI പൈപ്പ് റെക്കമെൻഡ് ചെയ്തായിരുന്നു ഇവിടെ. പക്ഷേ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ അത്ര വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് കൃഷി ആവശ്യത്തിനായതുകൊണ്ടാണ് കോൺക്രീറ്റ് കാല് സജസ്റ്റ് ചെയ്തത്. നമ്മളത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 അടി ഹൈറ്റാണ് ഇവിടെ. ചെയിൻ ലിങ്കിൻ്റെ കാര്യത്തിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റ വയറോണിൻ്റെ GI ചെയിൻ ലിങ്ക് ആയിട്ടുള്ള 3 ഇഞ്ച് കള്ളിയകലം, 75 mm കള്ളിയകലം വരുന്ന 2.5 mm തിക്നെസ് വയർ തിക്നെസ്സും വരുന്ന ചെയിൻ ലിങ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 5 അടി ഹൈറ്റ് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് പില്ലേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 അടി മണ്ണിനടിയിലോട്ട് കുഴിയെടുത്ത് നന്നായിട്ട് മണ്ണെല്ലാം ഇട്ട് ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നെറ്റ് കെട്ടിയത്. 3 ലൈൻ പ്ലെയിൻ കമ്പി കൊടുത്തു. അത് 12 ഗേജ് തന്നെ കൊടുത്തത്. നമ്മുടെ മിക്കവാറും കസ്റ്റമേഴ്സ് അല്ല എൻക്വയറി വരുന്ന സമയത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, 12 ഗേജിന് പകരം 10 ഗേജ് ഉപയോഗിച്ചൂടെ എന്നുള്ളത്. ഈ ഇടയ്ക്ക് ലൈൻ വയർ കൊടുക്കുന്നത് അതിന് നമ്മൾ ഉപയോഗിക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ പ്രൈസിങ്ങിലൊന്നും വലിയ വ്യത്യാസം വരില്ല. പക്ഷെ അത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 ഗേജ് സ്ട്രെച്ച് ആവുന്നത് പോലെ 10 ഗേജ് ആവില്ല. അപ്പോൾ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞാൽ നിൽക്കുക, അപ്പോൾ കാണാൻ വൃത്തിയുണ്ടാവില്ല, നമ്മൾ പർപ്പസ് നടക്കുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ നോർമലി 12 ഗേജിൻ്റെ വയറിന് 3 ലൈൻ. പിന്നെ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ 14 ഗേജും 16 ഗേജിൻ്റെയും ചെറിയ വയറുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ടൈയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ചെയിൻ ലിങ്ക് ഇതാണ്. 3 ഇഞ്ച് കള്ളികലം. 3 ഇഞ്ച് കള്ളികലത്തിന് ആൾക്കാർ ചോദിക്കണം അത് ഇനഫാണോ, അല്ലെങ്കിൽ നമ്മളുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് ഇപ്പോൾ എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെ അങ്ങനെ കയറില്ല. നമ്മൾ കൈ നിവർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൂടെ കയറുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിനൂടെ നമ്മൾ മടക്കി പിടിച്ച് കഴിഞ്ഞാൽ കയറില്ല. അത്ര വലുപ്പമുള്ള ഈ 3 ഇഞ്ച് കള്ളികലം എന്ന് പറയുന്നത് നോർമലി എല്ലാ പർപ്പസും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള 3 ഇഞ്ച് 12 ഗേജ് ചെയിൻ ലിങ്കാണ്. പിന്നെ 10 ഗേജ് വരുന്നുണ്ട്. അതൊക്കെ റെയറായിട്ട് കൂടുതലായിട്ട് വലിയ ശല്യങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളിലാണ് 10 ഗേജ് ചെയ്യാറ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറം എന്നുള്ള സ്ഥലത്ത് നമ്മൾ 10 ഗേജിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല റെയറാണ്, വളരെ ഒരു 10 വർക്ക് ഉണ്ടെങ്കിൽ ഒരു 1-2 വർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ഗേജ് വെച്ച് ചെയ്യും, ബാക്കിയെല്ലാം 12 ഗേജ്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ 11-ാം തീയതി വർക്ക് സൈറ്റിൽ ഞങ്ങൾ രാവിലെ നേരത്തെ എത്തിയായിരുന്നു. വർക്കേഴ്സ് എത്തി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ സൈറ്റിലെത്തിയായിരുന്നു. ഞങ്ങൾ അന്ന് റീൽസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിരുന്നു. ടാഗ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി. ഒപ്പം നമ്മളുടെ റോളിലുള്ള നമ്മുടെ റാപ്പേഴ്സ് കാര്യങ്ങളും വയറിലുള്ള പ്രിൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത്ര കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി കൺഫേം ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ കസ്റ്റമറാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആക്ച്വലി കസ്റ്റമർ വന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങളോട് ഫസ്റ്റ് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, സുദിനെ എനിക്ക് നല്ല പരിചയമാണ്, പക്ഷേ സുദിനെ എന്നെ പരിചയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത്ര ലോയലായിരുന്നു. എനിവേ നല്ലൊരു കസ്റ്റമറായിരുന്നു. ലാലു എബ്രഹാം എന്നാണ് സാറിൻ്റെ പേര്. സാറിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. സാർ മേ ബി ചിലപ്പോഴേ തരുന്നുണ്ടാവുള്ളൂ. സാർ എന്തായാലും ഈ വീക്കെൻഡിൽ ഏകദേശം തിരിച്ച് പോകാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എമർജൻസി ആയിട്ട് വർക്ക് ചെയ്തതും. അതുപോലെ തന്നെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പ്ലോട്ടിൽ പുള്ളിയുടെ നേതൃത്വത്തിലാണ് കംപ്ലീറ്റ് ആയിട്ട് പണിയെല്ലാം കഴിച്ച് അടുത്ത വർഷം പുള്ളി വരുമ്പോഴേക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൃഷി കാര്യങ്ങളെല്ലാം ചെയ്തത്. സൈറ്റ് കാണാൻ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയാട്ടോ. കാര്യം വെച്ചാൽ അത്യാവശ്യം പ്ലെയിനാണ്. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഏരിയ ആയിട്ട് തോന്നും. ഏകദേശം 350 മീറ്ററിനടുത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 ഏക്കർ എടുത്ത സ്ഥലം നമുക്ക് ടോട്ടൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞാനും ശ്രുതിലുമാണ് ഇന്ന് സൈറ്റിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ
പിന്നെ 1-2 സൈറ്റുകൾ വിസിറ്റ് ചെയ്യാനും അതുപോലെ പെരുമ്പാവൂർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സൈറ്റിൽ വന്നായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ സൈറ്റിൽ വന്ന് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം തിരിച്ച് എറണാകുളം പോയി. അവിടെ നിന്ന് തിരിച്ച് ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. കഴിഞ്ഞു. ലാസ്റ്റ് സ്ട്രെച്ചിങ് ആണ്. അവിടെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിവേ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ശ്രുതിലും കൂടി ഉണ്ട്. ശ്രുതിനോട് കൂടി ചോദിച്ചേക്കാം. ശ്രുതിലെ ഇന്നലത്തെ പിന്നെ സൈറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയൂ. ആക്ച്വലി ഈ ഒരു സൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കസ്റ്റമർ ഒരു 3 or 4 months ആയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം റീസെൻ്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് ഭയങ്കര പരിചയം പോലെയാണ് ആൾ ഞങ്ങളോട് സംസാരിച്ചത്. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളും, പക്ഷെ അവർ നമ്മളെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ സർ എനിക്ക് തോന്നുന്നത് ആൾ US വർക്ക് ചെയ്യുന്നത്. US വന്നിട്ട് വർക്ക് ചെയ്യുന്ന അന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തി. അന്ന് തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങൾ സൈറ്റിലെത്തിയതിന് ശേഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള സൈറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ അവർ ക്ലീൻ ചെയ്തതാണ്. സൈറ്റ് അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു നോർമൽ സൈറ്റായിരുന്നു. എന്നിട്ട് നമ്മൾ അപ്പോൾ തന്നെ മെഷർ ചെയ്തിട്ട് നമ്മളപ്പോൾ തന്നെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആൾ പുറത്തായിരുന്ന സമയത്ത് തന്നെ സംസാരിച്ചിട്ടെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് വന്ന് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു. എന്നാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഒരു 10 to 15 എന്നീ ഡേറ്റിനിടയിൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ ഓക്കെ നമ്മൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് 12-ാം തീയതിയാണ് വർക്ക്. 11-ാം തീയതി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 12-ാം തീയതി നമ്മൾ വർക്ക് ഒരു ഉച്ച ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയി. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഒരു 1 മണിയുടെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകും. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ 3 ഇഞ്ച് ടാറ്റയുടെ തന്നെ. ഞാൻ ഓൾറെഡി ഒരു പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട. അപ്പോൾ അത്രയ്ക്കാണ് കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് വർക്കിൻ്റെ തിരക്കിലാണല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാസമൊക്കെ നമുക്ക് അത്യാവശ്യം ഒരുപാട് വീഡിയോസ് മിസ്സായി. ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ രസകരമായിട്ടുള്ള ഒരുപാട് സൈറ്റിലെ വീഡിയോസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ കഴിയണത് നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ പോയിട്ട് പറ്റുന്നതും കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു വീഡിയോ ഓൾറെഡി കഴിഞ്ഞ സൈറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മളത് ഫോളോ ചെയ്യുള്ളൂ. കാര്യം കഴിഞ്ഞ സൈറ്റിലെ വീഡിയോ കാരണം നമുക്ക് എല്ലാ സൈറ്റിലും എത്തിപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. എനിവേ മാക്സിമം ശ്രമിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. നമ്മൾ ചെയ്യുന്ന വീഡിയോയിലും ഇന്നത് ഉൾക്കൊള്ളിച്ച കഴിഞ്ഞാൽ നല്ലത് എന്നുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളിക്കും. ഇനി എത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളും ഇപ്പോൾ തിരിക്കും. നമുക്ക് പെരുമ്പാവൂർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ. അതുപോലെ തന്നെ നമുക്ക് പോണ വഴിക്ക് തൃശ്ശൂർ 1-2 സൈറ്റുകളോടും നോക്കാനുണ്ട്. കഴിയുമെങ്കിൽ അതും കൂടി പറ്റും. അപ്പോൾ കുറച്ച് തിരക്കായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ നമുക്ക് തിരക്കാവുന്നത്. വേറെ സംശയമൊന്നുമില്ല. എന്നാലും തിരക്കാവുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ കഴിയുന്നത് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനും നമ്മളെ വിശ്വസിച്ച് വിളിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും നമ്മൾ എത്താറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് ജസ്റ്റ് വിസിറ്റിങ്ങും ചെയ്യാറുണ്ട്. കാര്യം നമ്മൾ അതുപോലെ തന്നെ കേട്ടോ നമ്മൾ ഓരോ സൈറ്റിലും വർക്ക് ചെയ്ത് പോരുന്നതിന് മുന്നേ നമ്മുടെ സൂപ്പർവൈസർ ആണെങ്കിലും നമ്മുടെ വർക്കേഴ്സ് ആണെങ്കിലും കൃത്യമായിട്ട് ക്വാളിറ്റി കാര്യങ്ങളും വർക്കിൻ്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സൈറ്റ് വിടാറുള്ളൂ. നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വന്നിട്ട് ഒരു റാൻഡം ചെക്ക് ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ. ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ഇവിടുത്തെ ലാലു സാറാണ് വെച്ചാൽ നമ്മളെ അത്ര വിശ്വാസത്തിൽ മാത്രമാണ് ഈ ഒരു വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട്. കാര്യം ഇപ്പോഴല്ല എപ്പോഴാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടാണ്. എന്തായാലും പറഞ്ഞ് വീഡിയോ അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്കും സ്ഥിരമായിട്ട് നമ്മളുടെ ഒരേ കണ്ടൻറ്റുള്ള വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് ബോറുണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് നമുക്ക് ഓരോ സൈറ്റും വരാറ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഓരോ വീഡിയോയുടെ താഴെയും കമൻറ്റ് റേറ്റ് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. റേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ഈ ഒരു സൈറ്റിൽ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു സൈറ്റിൽ വരിക. ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കാലുകളുടെ എണ്ണം കൂടുതൽ വരിക, ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും. സോ ഇതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത്. എനിവേ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജായിട്ടോ കോളോ ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം ഓരോ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓരോ പോലെ എടുത്തതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും റേറ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഞങ്ങളെന്തായാലും ഉച്ചയോടുകൂടി ഇവിടെ തിരിക്കും. അപ്പോൾ അങ്ങനെ കോട്ടയം പാല കംപ്ലീറ്റ് ചെയ്യാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ബൈ.